ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗദിയിൽ നിന്ന് പ്രിൻസി സിസ്റ്ററാണ്. എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സിസ്റ്ററിൻ്റെ വലിയ പ്രാർത്ഥനാ വിഷയമായിരുന്നു തൻ്റെ നേഴ്സിംഗ് എക്സാം പാസ്സാകണമെന്നുള്ളത്. കർത്താവ് അത്ഭുതകരമായി സിസ്റ്ററിനെ പാസ്സാക്കി. അതിനുവേണ്ടി നന്ദിയുള്ള ഹൃദയത്തോടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അതേപോലെ പ്രാർത്ഥനാവശ്യമെന്ന് പറയുന്നത് തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കണം, അതേപോലെ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്കെല്ലാം മാറ്റം കൊടുക്കണം, തൻ്റെ സഹോദരന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായി ചോദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് കണ്ണുകളൊന്നും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രിൻസിസസിന് കൊടുത്ത വിടുതലിനായി നന്ദി കർത്താവെ. അതേപോലെ തന്നെ കർത്താവെ, തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതേപോലെ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അതേപോലെ വീട്ടിനകത്ത് നിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും മാറി വലിയ സമാധാനവും സന്തോഷവും ഈ വീട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ശാരീരികമായ എല്ലാ നിലയിലും അവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു മാറാത്തവനാണെന്നുള്ളതും യേശു വിശ്വസ്തനാണെന്നുള്ളതും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. കാരണം എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത നന്മകളെ മുഴുവൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്ദിയല്ലാതെ വേറെ ഒന്നും നാവുകൾ പറ്റത്തില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഈ മീഡിയയിൽ തന്നെ 6 വർഷവും ഏകദേശം 5 മാസങ്ങളും കഴിഞ്ഞു. അല്ലെങ്കിൽ ദൈവം നടത്തിയതും ദൈവത്തിൻ്റെ വലിയ മഹാകൃപയും വലിയ അത്ഭുതങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം ആ 5 വർഷത്തിന് മുമ്പ് ഒരു എപ്പിസോഡുമായി പവർഷിൽ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ആ സാധ്യതകൾ മാത്രമായിരുന്നുള്ളത്, പ്രതികൂലം മാത്രമായിരുന്നുള്ളത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യേശു എന്നെ ഉയർത്തിയത് ഓർത്ത് യേശു എന്നെ ഇന്ന് തിരിഞ്ഞു നോക്കി 7 TV ചാനലിൽ കർത്താവിൻ്റെ കൃപയാൽ 5 ദിവസത്തിന് മുകളിൽ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം. കൂടാതെ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിൽ വരുന്നു. അല്ലെങ്കിൽ ഇത് വളർത്തിയത് ദൈവം മാത്രമാണ്. അല്ലെങ്കിൽ ഇത് അനുഗ്രഹിച്ചത് ദൈവം മാത്രമാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇതിനെ സഹായിച്ച ഒത്തിരി ദൈവമക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ് എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സംഘടനയുടെ സഹായമോ അല്ലെങ്കിൽ പ്രത്യേകമായ സപ്പോർട്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ആ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വാതിലുകളെ തുറക്കും. കാരണം ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് പറയുക, ഞാൻ മതത്തിൻ്റെ ആളോ സംഘടനയുടെ ആളോ ആയിട്ടല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. എങ്കിൽ വിശ്വസിച്ചാൽ നശിക്കത്തില്ലെന്നും ഒരു വലിയ സ്നേഹത്തിൻ്റെ കഥ പറച്ചിലാണ് ബൈബിളെന്ന് പറയുന്നത്. സ്വന്തം പുത്രനെ തന്നിട്ട് നമ്മെ സ്നേഹിച്ചു. ഇതിൽ വലിയ സ്നേഹം ഇല്ല പ്രിയരെ. ഹല്ലേലൂയ. ആ സ്നേഹത്തെ വിളിക്കുന്നത് അഗാപ്പെ എന്നാണ്. അല്ലെങ്കിൽ തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം. അല്ലെങ്കിൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ 1 തിമോത്തിയോസ് 1:15 പറയുന്നു, അല്ലെങ്കിൽ യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. അല്ലെങ്കിൽ ആ സ്വതമേ കയറാൻ കഴിയാത്തടത്തു നിന്ന് രക്ഷിക്കാൻ വേറൊരു സഹായം വേണ്ടി വരുമ്പോഴാണ് അല്ലെങ്കിൽ ബൈബിൾ വിളിച്ച് കാണിക്കുന്നത്, എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് യേശു രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ അവതരിച്ചു. എങ്കിലിന്ന് സ്വന്തം ഇടുക്കിലോ സ്വന്തം കഴിവിലോ അല്ല നാം രക്ഷപ്പെടാൻ പോകുന്നത്, യേശുവിൻ്റെ മഹാകൃപയാണ്. കാരണം കുഴിയിൽ കിടക്കുന്ന എന്നെയും നിങ്ങളെയും സ്വന്തം രക്തത്താൽ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എങ്കിൽ ഇന്നൊന്ന് വിശ്വസിച്ചാട്ടെ, വലിയ അത്ഭുതമായി നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. എങ്കിൽ കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിന് അനുരൂപരായി തീരരുത്. ഹല്ലേലൂയ. ലോകത്തിന് അനുരൂപരായി തീരരുത് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് ഒരു വാക്യം, ആ കുറിവാക്യം ഞാൻ വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിനോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും
പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകളിലല്ല ദൈവം നമുക്ക് വേണ്ടി ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഹല്ലേലൂയ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ്. കാരണം ഏഷ്യാവും സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു ഭക്തനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മലകളുടെയും ഫ്ലൈറ്റിൻ്റെ ഉയരമൊക്കെ ഹല്ലേലൂയ ശാസ്ത്രത്തിന് അളക്കാൻ പറ്റും. എന്നാൽ ഭക്തനെക്കുറിച്ചുള്ള കരുതൽ ഒരിക്കലും അളക്കാൻ കഴിയത്തില്ല. കടലിൽ എത്ര മത്സ്യമുണ്ടെന്ന് ശാസ്ത്രത്തിന് അറിയത്തില്ല. ഇതേപോലെയാണ് ദൈവത്തിൻ്റെ ആഴമേറിയ കൃപ നമ്മളെക്കുറിച്ച്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് എഴുതിയിരിക്കുന്നു, ഉയരുമെന്ന് എഴുതിയിരിക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ ഉയർച്ച ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം കാത്തിരിക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയാണിത്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഈ വൈകിട്ട് എന്നെ കേൾക്കുന്നവരെ നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുണ്ടാകും. അപ്പം ദൈവഹിതം ആദ്യ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. യോഹന്നാൻ്റെ 3-ാം ലേഖനം അതിൻ്റെ ഹല്ലേലൂയ 2-ാമത്തെ വാക്യം പറയുന്നു, നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കണമെന്ന് ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ ഇന്ന് ഞാൻ നിങ്ങളോട് അതിൻ്റെ ഒരു ആഴം കൂടെ തുടങ്ങുകയാണ്. നിങ്ങളെപ്പോൾ ക്രിസ്തുവിനെ അറിയുമോ, എപ്പോൾ യേശുവിലേക്ക് ആശ്രയിക്കപ്പെടുമോ, അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കാരണം ക്രിസ്തുവിലൂടെയാണ് നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നവർക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ആശയം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ 3 മാസം 4 മാസമായി നൂറുകണക്കിന് രോഗികൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി പേർ സൗഖ്യമാകുന്നുണ്ട്. പക്ഷേ ചിലവരെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പേ അവർ പറയുക, ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇനി മാർഗമൊന്നുമില്ല. അവർ യേശുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഈ ബാങ്കുകാർ പറയുന്ന ജപ്തിയായി, ഇനി മാർഗമൊന്നുമില്ല. അവർ യേശുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ലോകത്തിലെ അവസരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുമ്പോഴാണ്. ലോകത്തിൽ അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു നോക്കി, ഒന്നും നടന്നിട്ടില്ല. അവസാനം അവർ ദൈവത്തിലേക്ക് തിരിയുകയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഉള്ള ആ വിശ്വാസം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ വാക്കാണ്, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ പറഞ്ഞ, അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന ജപ്തി നോട്ടീസാണ്. ഇനി നടക്കുമോ, ഇനി ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളോട് പറയുക, ഡോക്ടറല്ല അവസാന വിധി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് മാനേജറോ നിങ്ങളുടെ ബന്ധുക്കാരോ അല്ല നിങ്ങളുടെ അന്തിമ വിധി എഴുതുന്നത് സിട്ടാവായ ദൈവമാണ്. കാരണം ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒടുക്കം കണ്ടവൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ, നാം വിളിക്കുന്ന ദൈവം ഹല്ലേലൂയ അവൻ ആൽഫയും ഒമേഗയുമാണ്. തുടക്കം മാത്രം അറിയാവുന്നവനല്ല, നാളെ എന്തായിത്തീരുമെന്ന് അറിയാത്തവനല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, സകലതും അറിയുന്നവൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെപ്പോൾ ക്രിസ്തുവുമായി കൂട്ടിമുട്ടുമോ അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ഭയങ്കര ഹല്ലേലൂയ കൃപ നമ്മളുടെ മേലിൽ വ്യാപരിക്കാൻ തുടങ്ങും. ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് 7-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ അറിയാം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ, തൻ്റെ വാത്സല്യത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിൻ്റെ വലിയ വാത്സല്യം നമ്മെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലല്ല, നിങ്ങളെപ്പോൾ യേശുവിനെ അറിയുമോ അപ്പോൾ മുതൽ വരുന്ന നാളുകളിൽ അവൻ്റെ ആ വാത്സല്യത്തെ, കൃപയുടെ അത്യന്തധനത്തെ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി കാണിക്കാൻ പോകുക. അതിന് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ ഇരിപ്പിടം സ്വർഗത്തിലാക്കി വെച്ചു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും, ഇങ്ങനെയുള്ള വിചാരങ്ങൾ ജാതികളാണ്. പക്ഷേ അവൻ്റെ മക്കൾക്ക് അവൻ്റെ പിതാവ് കരുതിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പിതാവ്, സ്വർഗസ്നായ പിതാവ് കരുതിയിരിക്കുകയാണ്.
കാത്തിരിക്കുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. നിങ്ങൾ എപ്പോൾ യേശുവിലേക്ക് വരുമോ അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ വാത്സല്യം വർദ്ധിക്കുകയാണ്. വരും കാലങ്ങളിൽ തൻ്റെ കൃപയുടെ അത്യന്തധനം നിങ്ങൾക്ക് വേണ്ടി വർദ്ധിച്ചു വരികയാണ്. എങ്കിൽ ഹല്ലേലൂയ, ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാൻ പോവുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ അറിയാം, യേശുവിൻ്റെ കൈപ്പണിക്കായിട്ട് ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സൽപ്രവർത്തിക്കായി അത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ഒന്നാണ്. ഇതാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, യേശുവിൽ ഒരാൾ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ ആരാധനയിലേക്ക് കടന്നു വരുന്നവർ ജപ്തി നോട്ടീസുമായിട്ടായിരിക്കാം വരുന്നത്, വലിയ ക്യാൻസറുടെ മുഴയുമായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇനി മുമ്പോട്ടൊന്നുമില്ല കുടുംബ തകർച്ചയിലായിരിക്കാം വരുന്നത്. പക്ഷേ എപ്പോൾ നിങ്ങൾ യേശുവുമായിട്ട് കൂട്ടിമുട്ടുമോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിമാറ്റങ്ങൾ സംഭവിക്കും. കാരണം ക്രിസ്തുയേശുവിലാണ് അവൻ്റെ വാത്സല്യത്തെ, നിങ്ങളെക്കുറിച്ചുള്ള വരും കാലങ്ങളിലുള്ള കൃപയുടെ മഹത്വം വെളിപ്പെടുത്താൻ വാത്സല്യത്തെ കാണിക്കുവാൻ പോകുന്നത്. യേശുവിലാണ് എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ നമുക്ക് പകരമായി പാപമായി തീർന്നത്, അവൻ നമുക്ക് പകരമായി വീണ്ടെടുപ്പിൻ്റെ വിലയായി തീർന്നത്, അതുകൊണ്ട് അവൻ നമുക്ക് പകരമായി ശാപമായി തീർന്നത്. അല്ലെങ്കിൽ സകലതും ആ ക്രൂശിൽ നമുക്ക് പകരമായി അവൻ അനുഭവിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. വിലയേറിയ രക്തത്തിലാണ് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തത്തിലത്രേ നിങ്ങളെയും എന്നെയും വീണ്ടെടുത്തിരിക്കുന്നത്. എങ്കിൽ ഇന്ന് പകൽ പ്രാഗൽഭ്യത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിലേക്ക് എപ്പോൾ മടങ്ങി വരുമോ ആ സമയം മുതൽ ലോകത്തിൽ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നന്മയുടെ പ്ലാനാണുള്ളത്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പൂർണ്ണതയുടെ പ്ലാനാണ് ഹല്ലേലൂയ ഉള്ളത്. സകലതും ഹല്ലേലൂയ ദൈവഹിതം നന്മയായി തീരുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എങ്കിൽ യേശുവിൽ നമുക്കൊന്ന് മുറുകി വിശ്വസിക്കാൻ പ്രിയരെ. നിങ്ങളെക്കുറിച്ചുള്ള വലിയ വലിയ ദൈവിക പദ്ധതികൾ ഈ മിനിറ്റ് മുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്കിൽ അത്ഭുത സാക്ഷ്യത്തിന് വന്ന ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. मी प्रभूला धन्यवाद देते की गेले कित्येक वर्ष माझ्या कानातून माझ्या मागच्या साईडला कोणी बोललं तर मला ऐकायला येत नव्हतं, व्यवस्थित स्पष्ट असं मला कळत नव्हतं. पण प्रभूला धन्यवाद की काल परमेश्वराच्या आत्म्याने मला स्पर्श केला आणि प्रभूने मला आरोग्य दिला, त्याबद्दल मी देवाला धन्यवाद देते. പാസ്റ്ററിന്റെ ഭാര്യ പറയാണ്, അനേക വർഷങ്ങളായിട്ട് സിസ്റ്ററിന് ചെവിക്ക് കേൾവി കുറവായിരുന്നു. പുറകിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാലോ വിളിച്ചാലോ സിസ്റ്ററിന് കേൾക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇന്നലെ രാത്രി പാസ്റ്റർ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ആ സമയം മുതൽ ചെവി തുറന്നു. मी परमेश्वराच्या नावाला धन्यवाद देतो की मला इथं साक्ष सांगण्यासाठी उभा केलं आहे. काल पास्टरच्या वेलकमसाठी आम्ही उभारलो होतो पास्टरच्या घरी शेजारी, आणि पास्टर नुसतेच गाडीतून उतरले आणि सांगितलेत की आपण सगळे जाऊन प्रे करूया. मी धन्यवाद देतो परमेश्वराला की ज्यावेळेस पास्टर म्हणाले सगळेजण उभं राहा, ज्यावेळेस आम्ही सगळेजण एकत्र उभारलो आणि ज्यावेळेस पास्टरने माझे हात धरून प्रार्थना केली त्यावेळेस मला माहीत नव्हतं माझ्या पोटामध्ये केवढी गाठ आहे आणि केवढी मोठी आहे ती मला माहीत नव्हतं. कारण पास्टर म्हणालेत की ह्यांच्या पोटामध्ये गाठ आहे, हे परमेश्वर तुम्हाला आरोग्य द्यायला आहे. त्यावेळेस त्याच तत्काळ सांगितले की ते ऑपरेशन झाल्यानंतर तुम्ही जगू शकणार नाही अशी गाठ होती. माझ्या देवाला धन्यवाद देतो येशू प्रभूला की माझ्यासाठी प्रभू परमेश्वरानं काल वधस्तंभावरती माझ्यासाठी आरोग्य व्हायलं आणि मला आरोग्य दान दिलं, त्याबद्दल परमेश्वराचे धन्यवाद देतो, आभार मानतो. ബ്രദർ പറയാണ്,
ഇന്നലെ കോലാപ്പൂർ വന്നിറങ്ങി പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വരുമ്പം സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നു. അതിനുശേഷം പാസ്റ്ററിൻ്റെ വീട്ടിൽ എല്ലാവരും കൈപിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പാസ്റ്റർ പറഞ്ഞു, ഈ ബ്രദറിൻ്റെ വയറിൽ ഒരു അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ട്. ബ്രദറിന് പോലും അറിയത്തില്ലായിരുന്നു. ആ കുടലെല്ലാം കൂടി കിടക്കുകയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തെന്നാൽ പോലും ജീവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു രോഗമായിരുന്നു അൾസർ. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആ സമയം മുതൽ ബ്രദർ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. ബ്രദർ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടൊരു 3 വർഷക്കാലം കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാതെ ഒരു വലിയ പ്രയാസനാവസ്ഥയിലായിരുന്നു. ഞാൻ ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടി വന്നു. പക്ഷേ ഒരു വർഷത്തിനകത്ത് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി. ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ തന്നെ ഒരു വർഷക്കാലം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ ഡോക്ടറിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ വളരെ പ്രയാസത്തോടെ തന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ റോയ്ബറിൻ്റെ ഒരു പവർവിഷൻ ചാനലിനകത്തൊരു സ്പീച്ച് കണ്ടത്. അങ്ങനെ ഞാൻ കൊല്ലത്തെ പരിഞ്ഞണ്ടവറിൽ പ്രാവശ്യം അവിടെ ചെന്നു. ആദ്യത്തെ ആ ഒരു പ്രായത്തിൽ തന്നെ ഉച്ച സമയം ആയപ്പോഴത്തേക്കും അവിടെ ഹോളിലെ ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എന്നോട് പറഞ്ഞു, ടൈം കഴിഞ്ഞു, നമുക്ക് താഴെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി വരാം എന്നിങ്ങനെ പറഞ്ഞു. പ്രയർ കഴിഞ്ഞ് ഹോളിൽ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇറങ്ങി എന്നിട്ട് റോയ്ബറിനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരെയും എൻ്റെ വൈഫിനെയും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരമായിരുന്നു, അല്ലാതൊന്നുമില്ല. നവംബർ മാസം ലാസ്റ്റിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ അതൊരു സാറ്റർഡേ ആയിരുന്നു. വരുന്ന ഫെബ്രുവരി മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വലിയ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും, ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അന്ന് റോയ്ബർ പറഞ്ഞൊരു തീംവാക്യം വിശ്വാസത്തെക്കുറിച്ചൊരു വാക്യമായിരുന്നു. നമ്മളത് ആ വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം റോയ്ബറിനെ വിളിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. പ്രൈസലോ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ഡോക്ടർ എന്തോ പറഞ്ഞു? 2 ഡിസ്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 ഡിസ്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 രൂപ തൊട്ട് പോലെ ഇരിക്കുന്ന ഡിസ്ക്കാണ്. അത് മേടിച്ച് വയ്ക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ചെന്നങ്ങ് കിടക്കുക, ഒരേ കിടപ്പിൽ കിടന്നു പോകണം. അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റാതായിപ്പോയി. എല്ലാം എൻ്റെ ജീവിത പങ്കാളിയാണ് ചെയ്തു തരുന്നത്. എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് നല്ലപോലെ സാക്ഷ്യം പറയണം. ഈ അടുത്ത സാക്ഷി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് ഡോക്ടറാണോ പറഞ്ഞത്, എവിടെയാണോ പറഞ്ഞത്, അവരോട് പറയണം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ അടയാളം ഇവിടെ ഞങ്ങൾ ഓർക്കിയ ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി. ഞാൻ പല സഭകളിലും പോയി, പക്ഷേ ഇതുപോലെ ഒരു അത്ഭുതം എനിക്ക് നടന്നിട്ടില്ല. യേശു ചെയ്ത അത്ഭുതത്തിനായി ഞാൻ നന്ദി പറയുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് കുനിയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കിറ്റി കൂടെയാണ് കയറി വന്നത്. എനിക്ക് കുനിയാനും പറ്റില്ല, നൂരാനും പറ്റില്ലായിരുന്നു. എൻ്റെ ദേവദാസൻ എന്നെ വിളിച്ച് ഞാൻ ദേവദാസനോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ച്. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ സകല ജോലി ഞാൻ ചെയ്യുന്നു. എനിക്ക് കിടത്തയില്ല. ഓട്ടമാണ് കർത്താവേ, എനിക്ക് ഓട്ടമാണ്. ഹല്ലേലൂയ. എനിക്ക് ചുമയെല്ലാം മാറി. അലർജി കഫായിരുന്നു, വർഷങ്ങളുള്ളതായിരുന്നു. അതെല്ലാം മാറി. ഒത്തിരി നന്ദിയുണ്ട്. ഇനി എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് അറിയാതെ ഞാൻ ഈ പ്രേയറിന് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു വന്നെന്ന് എന്നെ വിടത്തില്ല. ഞാൻ കുറേ എൻ്റെ അടുത്ത് പറഞ്ഞു കത്തോലിക്ക പള്ളിയിൽ പോകും. എൻ്റെ അടുത്ത് പറഞ്ഞ് കത്തോലിക്ക പള്ളിയിൽ പോയിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല, അവിടെ അച്ഛന്മാർ പ്രസംഗിക്കുന്നു. ഞാൻ ദൈവത്തെ അറിഞ്ഞില്ല, യേശുവിനെ അറിഞ്ഞില്ല. യേശുവിനെ അറിഞ്ഞത് ഞാൻ ഈ ഒരു ആരാധന വന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങളെ കണ്ട് എനിക്കൊരു മോനെയുള്ളൂ. എൻ്റെ ഭർത്താവ് മോനെയുള്ള ഏതോ ഒരു ആരാധനത്തോട് കയറി വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ അതെൻ്റെ ഭർത്താവ് കൂടെ വരണം. എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് വിശ്വാസി വന്നു, ഞാൻ വിശ്വാസിയാണ്. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ എൻ്റെ ഭർത്താവും മോനും യേശുവിനെ അറിയണം. ഇനി അതാണ് എൻ്റെ ഒരു ഏക ലക്ഷ്യം. എനിക്കത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങൾ എനിക്ക് സഹായിച്ചു തരണം. നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എത്ര വർഷമായാലും എന്തൊക്കെയാ ആ സൗഖ്യങ്ങൾ? ചുമ മാറി, പിന്നെ എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്ന എല്ലാം മാറി. ചുമയും ശ്വാസമുട്ട് എത്ര വർഷമായിട്ടുള്ളൂ? 20 വർഷത്തോളമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഈ സൗകര്യയുടെ കൂടെ പുറപ്പായിട്ട് പോരുന്ന സാധനം അത്. ഹല്ലേലൂയ. അത് ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് വന്ന് അത് പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് പറഞ്ഞതാണല്ലേ പാരമ്പര്യം അസുഖം മാറുന്നെന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് ആ സമയം തൊട്ട് പിന്നെ എനിക്ക് ഇതുവരെ ഒന്നുമില്ല. ഞാനിവിടെ നിന്ന് പാരമ്പര്യ രോഗം മാറുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ പിന്നെ ആ രോഗം സിസ്റ്ററിനില്ല. നിങ്ങളെ വിശ്വസിക്കുന്നവരുടെ കരങ്ങളൊന്ന് തട്ടിക്കെട്ടാൻ ശ്രമിക്കുക. ഈ മോക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഭയിലെ ഷൈനി സിസ്റ്ററും സുരേഷ് ബാബുവും പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്ററിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ആ സാറൊക്കെ ബാക്കി എല്ലാവരും അതൊന്ന് പറയും നമ്മളെ ആ സംഭവിച്ച ഒന്നും ആ അധ്യാപകൻ വൈവായി എന്തുവാ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കയറി ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞു. എൻ്റെ അടുത്ത് മാത്രം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല, ബാക്കി എല്ലായിടത്തും ചോദിച്ചു. അവരോടൊക്കെ എന്തോ ഇടപെട്ടത് ഭയങ്കര ദേഷ്യത്തോടെയായിരുന്നു. ബാക്കി എല്ലാവരോടും ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ മോള് പേടിച്ചാൽ നിൽക്കുന്നത്. പക്ഷെ യേശു പ്രാർത്ഥിച്ചവന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, അവിടെ കയറി നമ്മുടെ ദേഷ്യവും കണ്ടില്ല, ഒന്നും കണ്ടില്ല, അവരൊന്നും വെള്ളുപോകില്ല. ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ. ഇപ്പം ഏറ്റവും മേലോടോ വീട് എവിടെയാന്ന് മാത്രമേ ചോദിച്ചു. പരീക്ഷയ്ക്ക് പോയ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാ ഫേവർ, ഇതാ വാത്സല്യം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ കണ്ടാൽ അധികാരികൾ വന്ന വഴി മറന്നു പോകും. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതായാലും, രോഗികളാണോ, നിങ്ങളുടെ കടഭാരത്തിലാണോ, ജപ്തിയിലാണോ നിങ്ങളായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ജോലി നഷ്ടപ്പെട്ട അനുഭവമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മിനിറ്റിൽ യേശുവിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവേ എന്നെ അങ്ങ് വീണ്ടെടുത്തിരിക്കുന്നതിനാൽ ഇപ്പോൾ അങ്ങയുടെ വാത്സല്യം എൻ്റെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു, അങ്ങയുടെ കൃപയുടെ അത്യന്ത ധനം എൻ്റെ മേളിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്, അങ്ങയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എൻ്റെ ജീവിതം വെളിപ്പെടാൻ പോകുന്നത് ഓർത്ത് നമുക്കൊരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാരംഭമായി തലമുറയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. തലമുറയെ അടയ്ക്കുവാൻ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല കർത്താവേ. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഏത് ഡോക്ടറാണോ ഇനി തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്, അവിടെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ കാണുന്ന ഓരോ മക്കളെയും ദൈവം മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ ദൈവം ഇവരെ വീണ്ടെടുത്ത് കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത വഴി ഇപ്പോൾ ഈ മകൾക്ക് വേണ്ടി അത് വെളിപ്പെട്ട് വരികയാണ്. മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലമുറയില്ലാത്ത വിഷയത്തിനകത്ത് അത്ഭുതം കർത്താവ് ചെയ്യണം. മിനി എന്നൊരു പേരും കൂടെ കർത്താവ് എഴുതി കാണിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ പാർവതി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. പാർവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ലക്ഷ്മിക്കും കൂടായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം ഇവരുടെ മുമ്പിൽ തുറക്കണമേ അപ്പ. അതേപോലെ തന്നെ സാജൻ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നാളുകളായിട്ട് കടബാധ്യതയിൽ കുഴഞ്ഞു നിൽക്കുന്ന ബ്രദറിന് വേണ്ടി ഒരു വഴി തുറക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ ആക്സിഡൻറ്റ് മൂലം കാലിന് പഴുപ്പ് കയറി നിൽക്കുന്ന ഒരു ബ്രദർ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഭേദമാകാതെ നിൽക്കുന്ന ഒരു മാതാവ് എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അത്ഭുത സൗഖ്യം അവരുടെ മേളിലേക്ക് വെളിപ്പെടുകയാണ്. രമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സോജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്കുള്ള വഴി തുറക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അൽഫ്രഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ അയച്ചതിനായി നന്ദി. മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ രാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലൊരു ഉയർച്ചയും മകളുടെ മേളിലേക്ക് വെളിപ്പെടുത്തണമേ അപ്പ. അതേപോലെ തന്നെ അല്ലെങ്കിൽ കർത്താവേ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിടുതൽ നയിക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സവിത എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സവിതയ്ക്ക് വേണ്ടി ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നു. കർത്താവേ, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധിയുടെ മധ്യത്തിൽ നിന്ന് കരം പിടിച്ച ദൈവം ഉയർത്തുകയാണ്. ഈ സമയത്ത് തന്നെ സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ദൈവം അയക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. അല്ലെങ്കിൽ അതേപോലെ ജോമോനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ വിൽസനമൂടായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികളെ തുറക്കണമേ അപ്പ. ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കണം യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിൽ, അതേപോലെ രോഗത്തിൽ, ക്യാൻസറിലും ആസ്മയിലും അലർജിയിലുമൊക്കെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം ഇപ്പോൾ ഈ മക്കളുടെ മേളിലേക്ക് വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം. കുടുംബങ്ങൾ വഴക്കിലും ഡൈവേഴ്സിൻ്റെ വക്കിലും നിൽക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ഒന്നാകണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കേൾക്കണം പിതാവേ.
ആമേൻ ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കൊണ്ടുവന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് സാക്ഷ്യങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കേണ്ടതിനായിട്ട് 65 തുടങ്ങുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താട്ട് വാട്സാപ്പ് അവൈലബിൾ ആണ്. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. അതേപോലെ തന്നെ ഈ കാണുന്ന 8111 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. ചില ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ കോളുകൾ അറ്റൻഡ് ചെയ്ത് എഴുതി കാണിക്കുന്ന ദിവസങ്ങൾ പ്രത്യേകമായി വിളിച്ചാട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകളും അല്ലെങ്കിൽ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകുന്നതിൽ യൂട്യൂബ് ലിങ്ക് ഇവിടെ എഴുതി കാണിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തണം. കാരണം അല്ലെങ്കിൽ 100 കണക്കിന് സാക്ഷ്യങ്ങളും ലൈവ് മെസ്സേജുകളും ഒക്കെ ഇതിനകത്ത് വരികയാണ്. ഒരുപാട് ജീവിതങ്ങൾ യൂട്യൂബുകൾ മാത്രം കാണുന്നവരുണ്ട്. കഥാവ് നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കും. എങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾ തുടങ്ങിയിട്ട് 6 വർഷവും 5 മാസവും കഴിയുന്നു. ഇന്നത് 7ഓളം TV ചാനലിലേക്ക് മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാനായിട്ട് കരങ്ങൾ നീട്ടണം. കാരണം ഒത്തിരി പേർ ഇതിൽ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ മാസവും ഒരു എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, മിനിസ്റ്ററെ സഹായിക്കുന്നവരുണ്ട്. ദൈവത്തിനെ ഒത്തിരി 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 വർദ്ധിപ്പിച്ചു. നിങ്ങളും അതിൻ്റെ ഭാഗവത്തായി തീരണം. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും അതിശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ സിംഗപ്പൂരിൽ നടക്കുന്നു, മലേഷ്യയിൽ നടക്കുന്നു, ഓസ്ട്രേലിയയിൽ നടക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾ എവിടെയെല്ലാം മീറ്റിംഗ് നടക്കുന്നു അവിടെയെല്ലാം കടന്നു പറഞ്ഞത് ഓർപ്പിക്കുകയാണ്. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.